നല്ലൊരു റിലേഷൻഷിപ്പിനെ തകർക്കുന്ന ഒത്തിരി ഫാക്ടേഴ്സുണ്ട്. ഫാക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഫാക്ടേഴ്സിനെ എല്ലാം കൂടെ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള 4 ഫാക്ടേഴ്സുണ്ട് റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുന്നത്. ഇത് 50-ൽ പരം വർഷങ്ങളുടെ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ളതാണ്. 4 ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ പാർട്ട്ണറിനെ ബ്ലെയിം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ ബ്ലെയിം ചെയ്താൽ അത് അവർക്ക് ഹേർട്ടിംഗ് ആണ്. ആ റിലേഷൻഷിപ്പ് ഇവൻച്വലി ഫെയിലിയറിലേക്ക് പോകും. പോയിന്റ് നമ്പർ 2, കണ്ടംപ്റ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണറിനെ ഡൗൺ പ്ലേ ചെയ്യുക. അവരെ കൊണ്ട് ഇന്നും സാധിക്കത്തില്ല, അവരെ ഇൻഫീരിയറായിട്ട് കാണുക. എൻ്റെ അത്രയും വാല്യൂ, എൻ്റെ അത്രയും കഴിവുകളൊന്നും അവർക്കില്ല. അത് അവരോട് ഡയറക്റ്റ് പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ അറിയുക. സോ കണ്ടംപ്റ്റ്, യെസ്, റിലേഷൻഷിപ്പ് കില്ലറാണ്. മൂന്നാമത്തത് ബീയിങ് ഡിഫെൻസീവ്. ഞാൻ എന്ത് കാര്യം ചെയ്താലും ഞാൻ എന്നെ ന്യായീകരിക്കുകയാണ്. ഞാൻ ചെയ്യാനുള്ള കാരണം ഇറ്റ്സ് ബിക്കോസ് യു ഡിഡ് ദിസ്, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാൻ അർഹതപ്പെട്ടവനാണ് അല്ലെങ്കിൽ അർഹതപ്പെട്ടവരാണ്. വാട്ട് എവർ ഐ എം ഡൂയിങ് ഇസ് വാലിഡ്. ഞാൻ സ്വയം ഡിഫെൻഡ് ചെയ്യുകയാണുള്ളത്. നാലാമത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ ഇമോഷണൽ കട്ട് ഓഫ്. നമ്മളതിനെ സ്റ്റോൺ വോളിംഗ് എന്നൊക്കെ പറയും. എൻ്റെ പാർട്ട്ണർക്ക് ആവശ്യമുള്ള സമയത്ത് ഞാനവിടെ നിൽക്കാതിരിക്കുക, കോൺവെർസേഷൻസിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അവർക്ക് ഇമോഷണലി എൻ്റെ ബാക്കപ്പ് വേണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നോ. ഈ 4 ഫാക്ടേഴ്സും വിൽ കിൽ റിലേഷൻഷിപ്പ്. ബാക്കി എല്ലാ ഫാക്ടേഴ്സും, സമൂഹത്തിൻ്റെ എഫക്റ്റ് ആയാലും പേരൻസിൻ്റെ എഫക്റ്റ് ഒക്കെ മാറ്റി നിർത്തിയാലും, ഈ 4 ഫാക്ടേഴ്സ് റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ ഇവൻച്വലി ആ റിലേഷൻഷിപ്പ് ഫെയിലിയറിലേക്ക് പോകും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം കണ്ടംപ്റ്റാണ്. ബാക്കി എല്ലാ ഫാക്ടേഴ്സും വിട്ടോ. നമ്മൾ പാർട്ട്ണറിനെ നമ്മളെക്കാളും ഇൻഫീരിയറായിട്ട് എപ്പോൾ കരുതുന്നു, ആ റിലേഷൻഷിപ്പ് ഫെയിലിയറിലേക്ക് പോകുന്നു. സോ യു ഹാവ് ടു റെസ്പെക്റ്റ് യുവർ പാർട്ട്ണർ. യു ഹാവ് ടു സ്റ്റോപ്പ് ബ്ലെയിമിങ് യുവർ പാർട്ട്ണർ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ന്യായീകരിക്കാതെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. നാലാമത്, ഇമോഷണലി പാർട്ട്ണറോട് അറ്റാച്ച് ചെയ്യണം. ഈ 4 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് മുമ്പോട്ട് നീങ്ങത്തുള്ളൂ.